ഒരു ടോക്കൺ നമ്പർ മേടിച്ചാണ് ഈ കാണുന്നത് കേട്ടോ. ഒരു 40 ചില്ലാൻ പേരോളം പേരിന്ന് 40 മനസ്സിലായോ? ഇവിടെ ഈ കാണുന്ന സ്ത്രീകളെല്ലാവരും എമൗണ്ടുകൾ അടച്ചേക്കണത്. അത് ചിലവര് 62 രൂപ മുതൽ 58 രൂപ മുതൽ പിന്നെ അങ്ങനെ പല റേറ്റിലായിട്ട് അടച്ചിട്ടുണ്ട്. അത് ഇവർക്ക് പകുതി റേറ്റിൽ കാശ് കിട്ടുമെന്നും പറഞ്ഞുകൊണ്ടാണ് ഈ എമൗണ്ടുകൾ മുഴുവൻ അടച്ചേക്കണത്. ഇതിപ്പോ കുറെ പേർക്ക് വണ്ടിയിൽ കിട്ടിയിട്ടുണ്ട്, കുറെ പേർക്ക് ലാപ്ടോപ്പ് കിട്ടിയിട്ടുണ്ട്, കുറെ പേർക്ക് മൊബൈലുകൾ കിട്ടിയിട്ടുണ്ട്. ഇത് CRF ഫണ്ട് ഉപയോഗിച്ച് കിട്ടും എന്നുള്ളൊരു കണ്ടീഷനിലാണ് ഇവരൊക്കെ പറഞ്ഞിരുന്നത്. ഇപ്പൊ നിലവിൽ ആനന്ദു എന്ന് പറഞ്ഞ ആളെ പിടിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇവര് ഇങ്ങനെ കുറെ ആൾക്കാർ ഗ്രൂപ്പിൽ ചർച്ച വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തി ഇവിടെ കൊണ്ട് പരാതി കൊടുക്കാന്ന് വെച്ച് ഇങ്ങനെ കളക്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇപ്പൊ നിലവിൽ നിൽക്കുന്നവരിൽ നിലവിലൊരു 41 പേരോളം ഇവിടെ 60,000 രൂപ, ഏകദേശം ഒരു 60,000 രൂപ വെച്ച് കൊടുത്ത ഒരു എമൗണ്ട് ഇവിടെ സ്റ്റേഷനിൽ ഇപ്പൊ പരാതി കൊടുത്തിട്ടുണ്ട്. അത് കൂടാണ്ട് പലരും മൊബൈലിൽ ഇപ്പോഴും ഒരു 1200 പേരെങ്ങാണ്ടുള്ള ഗ്രൂപ്പുകളുണ്ട്. ഈ JSS എന്ന് പറഞ്ഞ സ്ഥാപനം ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മധു ഡോക്ടർ എന്ന് പറഞ്ഞ ഒരു പുള്ളിയാണ് അതിന്റെ ചെയർമാൻ. അതിന്റെ ഒരു പോസ്റ്ററാണ് നമുക്ക് കിട്ടിയിട്ടുള്ളൂ. എന്റെ വൈഫാണ് ഇതിൽ കാശ് കൊടുത്തേക്കണം. അത് നമ്മൾ കഴിഞ്ഞ ഏപ്രിലിൽ കൊടുത്തതാണ്. ഈ ഏപ്രിലാകുമ്പോൾ 1 വർഷമാകുമ്പോൾ ഇപ്പൊ ഇതിൽ നമ്മൊരു പോസ്റ്റർ കണ്ടെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു പോസ്റ്ററാണ്. അതായത് ഇത് കൊടുക്കണം ജനുവരി 2025 ജനുവരി വ്യാഴാഴ്ച 1 മണിക്ക് മുനിസിപ്പൽ ടൗൺ ഹാളിൽ വെച്ച് എന്താണ് ഡിജിറ്റൽ ഗ്രാമം സംസ്ഥാന ഉദ്ഘാടനം. അതിലിപ്പോ ഈ പറഞ്ഞ പോസ്റ്ററാണ് കാണുന്നത്. അതായത് ഹൈബീഡൻ ഉണ്ട്, പിന്നെ ഡോക്ടർ ബീന സെബാസ്റ്റ്യൻ, ശ്രീ അനന്തകൃഷ്ണൻ. ഈ അനന്തകൃഷ്ണനെയാണ് ഈ NGOന്റെ കീഴിലുള്ള സംഭവത്തിൽ പിടിച്ചേക്കണത്. അതിൽ എന്തോ 400 കോടി, അതിന്റെ കറക്റ്റ് ഡീറ്റെയിൽസ് ഒന്നും നമുക്കറിയാൻ പാടില്ല, ഉള്ള ഡീറ്റെയിൽസ്. പിന്നെ ഇതിൽ പ്രമുഖരായിട്ടുള്ള പറവൂർ ടൗണിലുള്ള പ്രമുഖരായിട്ടുള്ള MG രാജു എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ, മധു ഡോക്ടർ, ഇവരൊക്കെ അതായത് ഇതിൽ കാണാം. ഈ ഓരോ പോസ്റ്ററുകളും പല പോസ്റ്ററുകളും പല രാഷ്ട്രീയക്കാരെയും ഇത് വെച്ചിട്ടാണ് കൊടുത്തത്. ഇത് കണ്ട് ഈ രാഷ്ട്രീയക്കാരെയും ഈ നേതൃത്വങ്ങളെ കണ്ടുകൊണ്ടാണ് ഈ പറയുന്ന പാവപ്പെട്ട സ്ത്രീകളെല്ലാവരും കാശ് കൊടുത്തേക്കണത്. അല്ലാതെ ഈ JSSന് അറിയാവുന്നവരോ അല്ലെങ്കിൽ NGOന് അറിയാവുന്നവരോ അല്ല ഈ കാശ് കൊടുത്തേക്കണത്. ഈ 60,000 രൂപ വെച്ച് കൊടുത്തേക്കണ ഈ പൊതുജനങ്ങളുടെ ഇത് ഫേസ് ആയിട്ടുള്ള, അതായത് നമ്മളെ ഇലക്ഷൻ ചെയ്ത് ജയിപ്പിച്ചവരും നമ്മൾക്ക് സ്ഥിരം അഭിമുഖീകരിക്കുക. അതായത് ഇപ്പൊ ഇവിടുത്തെ DSPയുടെ ഒരു ഫോട്ടോ വെച്ചുള്ള ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കണ്ടുകൊണ്ടാണ് ഈ 40 പേരൊന്നല്ല, ഇതിൽ കൂടുതൽ ആൾക്കാർ കാശ് കൊടുത്തിട്ടുണ്ട്. ഇത് ഇപ്പൊ തിരിച്ചു കിട്ടണ കേസ് ചോദിച്ചു കഴിഞ്ഞപ്പോ പറയുന്നത് വെച്ചാൽ നമ്മൾ ആദ്യം ഫസ്റ്റ് ദിവസം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഈ സ്ഥാപനത്തിലൊരു മേരി CJ എന്ന് പറഞ്ഞ പുള്ളിക്കാരി ഉണ്ടായി. പുള്ളിക്കാരിയുടെ അടുത്ത് സംസാരിച്ച് കഴിഞ്ഞ സമയത്ത് പുള്ളിക്കാരി പറഞ്ഞത് എന്താണ് ഏതാണെന്ന് ഒന്നും പുള്ളിക്കാരി ഡീറ്റെയിൽ ആയിട്ട് പറയാണ്ടായി കഴിഞ്ഞപ്പോൾ നമ്മൾ സ്റ്റേഷനിൽ വന്ന് CI സാറിനെ കണ്ട് സംസാരിച്ച് CI സാർ പറഞ്ഞത് ഇതെങ്ങനെ കേസെടുക്കുന്ന ഡീറ്റെയിൽ ഒന്നും അറിയാൻ പാടില്ല, നമുക്ക് ബുധനാഴ്ച ഒരു തീരുമാനം പറയാമെന്ന് പറഞ്ഞത്. അപ്പോൾ ബുധനാഴ്ച ആയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇത്രയും പേര് കൂടി ഇവിടെ വന്ന് പരാതികൾ അവതരിപ്പിച്ച് അതിനു മുമ്പ് തിങ്കളാഴ്ച വീണ്ടും അവിടെ ആൾക്കാർ കൂടി കഴിഞ്ഞ സമയത്ത് തിങ്കളാഴ്ച ഈ പറഞ്ഞു കൂട്ട് അവര് സംസാരിച്ച് മധു ഡോക്ടർ വന്ന് സംസാരിച്ചെന്ന് വെച്ചാൽ ഞാനിവിടെ ഹോസ്പിറ്റലിൽ നടത്തുന്ന ഒരാളാണ്, എനിക്ക് വലിയ അത്യാവശ്യം ഇവിടെ ഞാൻ നിന്ന് പോകും, ഞാൻ വേറെ നാട് വിട്ടു പോകില്ല, അപ്പൊ നിങ്ങൾക്ക് 10 ദിവസം കഴിഞ്ഞിട്ട് ഒരു തീരുമാനം അറിയിക്കാം എന്ന് പറഞ്ഞു. പക്ഷെ ഈ 10 ദിവസം കഴിയുന്നവരെ എനിക്ക് എൻ്റെ ഒരു ഏകദേശ കണക്ക് വെച്ച് ഒരു 15 കോടി മുകളിലെങ്ങാണ്ടും ഇവിടെ ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ടെന്നുള്ളതാണ് നമ്മുടെ ധാരണ. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഈ 15 കോടി വെച്ചിട്ട് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താവും എന്നുള്ളത് നമുക്ക് അറിയാൻ പാടില്ല. മധു ഡോക്ടർ അത്യാവശ്യം ഫേമസ് ഡോക്ടറാണ്, നല്ലൊരു ഹോസ്പിറ്റലിൽ നടത്തുന്നത്. ഇതൊക്കെ നമുക്ക് വിശ്വാസമാണ്. ഓഗസ്റ്റിൽ കൊടുത്ത അതിക്ക് മുന്നേ മാർച്ച് ഏപ്രിലിൽ കൊടുത്തവരുണ്ട്. ഇതിനകത്ത് വരുന്നുണ്ട് പേയ്മെന്റിന്. ഈ 100 വർക്കിംഗ് ഡേ കഴിഞ്ഞു. ഇപ്പൊ ഓൾറെഡി ഇപ്പൊ 6 മാസമാവാൻ പോകുന്നത്. ഓഗസ്റ്റില് അവര് തന്നെ പറഞ്ഞ കണക്ക് പ്രകാരം പറവൂരിൽ നിന്ന് 1800 പേരുടെ ആപ്ലിക്കേഷൻ ഉണ്ട്. അതിക്ക് മുന്നേ മാർച്ച് ഏപ്രിലിൽ 900 പേർക്കുള്ള 200 പേർക്ക് കൊടുത്തു. ബാക്കി 700 പേര് ഇപ്പോഴും പെൻഡിങ്ങിലാണ്. ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചാല് ഇവര് വലിയ നേതാക്കന്മാരെയും പാർട്ടി നേതാക്കന്മാരെയും അല്ലെങ്കിൽ അല്ലാതെ ഈ പ്രമുഖരായ വ്യക്തികളെയും ബാനറിൽ ഏറ്റവും വലിയ ഒരു ഫോട്ടോ വെച്ച് അങ്ങനെയാണ് ഞങ്ങൾ ഇതിൽ വീണത്. അല്ലാതെ JSSനെ കുറിച്ച് ഞങ്ങൾക്ക് വലിയ വ്യക്തമല്ല. ഇതൊക്കെ പ്രമുഖരെ വെച്ച് പ്രമുഖർക്കും ഇതൊക്കെ അറിയാം. ഇതൊക്കെ ചെറിയതിൽ അറിയാണ്ടൊന്നും ഇരിക്കില്ല എന്ന് നമുക്ക് വിശ്വാസമുണ്ട്. അതാണ് ഇപ്പൊ പറഞ്ഞ പോലെ ഈ ക്യാഷ് 1 രൂപ ലാസ്റ്റ് 1 രൂപ വരെ എങ്ങോട്ടാണ് പോയെന്ന് ഇത് അന്വേഷിച്ചു കഴിഞ്ഞാൽ ഇത് വ്യക്തമായിട്ട് തെളിയും. അതാണ് ചോദ്യം. അതിലാണ് അറിയുന്നത്. അവരെയൊക്കെ ഫോട്ടോ ഏറ്റവും വലിയ ഫോട്ടോ ആണ് വെക്കണത്. വെച്ച് കഴിയുമ്പോൾ ഇവരൊക്കെ ഉണ്ടല്ലോ നമ്മളുടെ ആൾക്കാർ നേതാക്കന്മാര്, ഒരു നേതാവ് എന്നല്ല ഉദ്ദേശിച്ച് പറയുന്നത്, നേതാക്കന്മാരും പിന്നെ